നമസ്കാരം. ബൈബിൾ നിമിഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിന്റെ സഹോദരനായ അഹറോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ വരുത്തുക. അഹറോനെയും അഹറോന്റെ പുത്രന്മാരായ നാദാബ്, അബീഹു, എലെയാസർ, ഈഥാമാർ എന്നിവരെയും തന്നെ. നിന്റെ പുരോഹിതനായ അഹറോനു വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. അഹറോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവനെ ശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രം ഉണ്ടാക്കണമെന്ന് ഞാൻ ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോടും നീ പറയണം. അവർ ഉണ്ടാക്കേണ്ടുന്ന വസ്ത്രമോ പതക്കം, ഏഫോദ്, നീളക്കുപ്പായം, ചിത്രത്തയ്യലുള്ള നിലയങ്കി, മുടി, നടുക്കെട്ട് എന്നിവ തന്നെ. നിന്റെ സഹോദരനായ അഹറോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവനും അവന്റെ പുത്രന്മാർക്കും വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. അതിന് പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ എടുക്കണം. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായി ഏഫോദ് ഉണ്ടാക്കണം. അതിന്റെ രണ്ടറ്റത്തോട് ചേർന്നതായി 2 ചുമൽക്കണ്ടം ഉണ്ടായിരിക്കണം. അങ്ങനെ അത് തമ്മിൽ ഇണച്ചിരിക്കണം. അത് കെട്ടിമുറുക്കുവാൻ അതിന്മേലുള്ളതായി ചിത്രപ്പണിയായ നടുക്കെട്ട് അതിൽ നിന്ന് തന്നെ അതിന്റെ പണി പോലെ പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ആയിരിക്കണം. അതുകൂടാതെ 2 ഗോമേതകക്കല്ല് എടുത്ത് അവയിൽ ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തേണം. അവരുടെ പേരുകളിൽ 6 ഒരു കല്ലിലും ശേഷമുള്ള 6 മറ്റേ കല്ലിലും അവരുടെ ജനനക്രമത്തിൽ ആയിരിക്കണം. രത്നശില്പിയുടെ പണിയായി മുദ്രക്കൊത്തുപോലെ 2 കല്ലിലും ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തേണം. അവ പൊന്തടങ്ങളിൽ പതിക്കണം. കല്ല് 2 ഏഫോദിന്റെ ചുമൽക്കണ്ടങ്ങളിന്മേൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഓർമ്മക്കല്ലായി വെക്കണം. അഹറോൻ യഹോവയുടെ മുമ്പാകെ അവരുടെ പേർ ഓർമ്മയ്ക്കായി തന്റെ 2 ചുമലിന്മേലും വഹിക്കണം. പൊന്നുകൊണ്ട് തടങ്ങൾ ഉണ്ടാക്കണം. തങ്കം കൊണ്ട് ചരടുപോലെ മുറിച്ച് കൊത്തുപണിയായി 2 സരപ്പളിയും ഉണ്ടാക്കണം. മുറിച്ച് കൊത്തുപണിയായ സരപ്പളി തടങ്ങളിൽ ചേർക്കണം. ന്യായവിധി പതക്കം ചിത്രപ്പണിയായിട്ട് ഉണ്ടാക്കണം. അത് ഏഫോദിന്റെ പണിക്കൊത്തതായി പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ഉണ്ടാക്കണം. അത് സമചതുരവും ഇരട്ടയും 1 ചാൺ നീളമുള്ളതും 1 ചാൺ വീതിയുള്ളതും ആയിരിക്കണം. അതിൽ കൽപ്പതിപ്പായി 4 നിര കല്ല് പതിക്കണം. താമ്രമണി, പീതരത്നം, മരതകം എന്നിവ 1-ാമത്തെ നിര. 2-ാമത്തെ നിര മാണിക്യം, നീലക്കല്ല്, വജ്രം. 3-ാമത്തെ നിര പത്മരാഗം, വൈഢൂര്യം, സുഗന്ധിക്കല്ല്. 4-ാമത്തെ നിര പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം. അവ അതതു തടത്തിൽ പൊന്നിൽ പതിച്ചിരിക്കണം. ഈ കല്ല് ഇസ്രായേൽ മക്കളുടെ പേരോടുകൂടെ അവരുടെ പേർ പോലെ 12 ആയിരിക്കണം. 12 ഗോത്രങ്ങളിൽ ഓരോന്നിന്റെ പേർ അവയിൽ മുദ്രക്കൊത്തായി കൊത്തിയിരിക്കണം. പതക്കത്തിന് ചരടുപോലെ മുറിച്ച് കുത്തുപണിയായി തങ്കം കൊണ്ട് സരപ്പളി ഉണ്ടാക്കണം. പതക്കത്തിന് പൊന്നുകൊണ്ട് 2 വട്ടക്കണ്ണി ഉണ്ടാക്കി പതക്കത്തിന്റെ 2 അറ്റത്തും വട്ടക്കണ്ണി വയ്ക്കണം. പൊന്നുകൊണ്ട് മുറിച്ച് കുത്തുപണിയായ സരപ്പളി 2 പതക്കത്തിന്റെ അറ്റങ്ങളിൽ ഉള്ള വട്ടക്കണ്ണി 2 കൊളുത്തേണം. മുറിച്ച് കുത്തുപണിയായ 2 സരപ്പളിയുടെ മറ്റേ അറ്റം 2 തടത്തിൽ കൊളുത്തി ഏഫോദിന്റെ ചുമൽ കണ്ടങ്ങളിൽ അതിന്റെ മുൻഭാഗത്ത് വയ്ക്കണം. പൊന്നുകൊണ്ട് 2 വട്ടക്കണ്ണി ഉണ്ടാക്കി പതക്കത്തിന്റെ മറ്റേ 2 അറ്റത്തും ഏഫോദിന്റെ കീഴറ്റത്തു നിന്ന് നേരെ അതിന്റെ വിളിമ്പിൽ അകത്തായി വെക്കണം. പൊന്നുകൊണ്ട് വേറെ 2 വട്ടക്കണ്ണി ഉണ്ടാക്കി ഏഫോദിന്റെ മുൻഭാഗത്ത് അതിന്റെ 2 ചുമൽക്കണ്ടത്തിന്മേൽ താഴെ അതിന്റെ ഇണപ്പിന്നരികെ ഏഫോദിന്റെ നടുക്കെട്ടിന് മേലായി വെക്കണം. പതക്കം ഏഫോദിന്റെ നടുക്കെട്ടിന് മേലായിരിക്കേണ്ടതിനും ഏഫോദിൽ ആടാതിരിക്കേണ്ടതിനും അതിന്റെ വട്ടക്കണ്ണികളാൽ ഏഫോദിന്റെ വട്ടക്കണ്ണികളോട് നീല നാട കൊണ്ട് കെട്ടേണം. അങ്ങനെ അഹറോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ ന്യായവിധി പതക്കത്തിൽ ഇസ്രായേൽ മക്കളുടെ പേർ എപ്പോഴും യഹോവയുടെ മുമ്പാകെ ഓർമ്മയ്ക്കായിട്ട് തന്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം. ന്യായവിധി പതക്കത്തിനകത്ത് ഊറീമും തുമ്മീമും വെളിപ്പാടും സത്യവും വയ്ക്കണം. അഹറോൻ യഹോവയുടെ സന്നിധാനത്തിങ്കൽ കടക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്മേൽ ഇരിക്കണം. അഹറോൻ ഇസ്രായേൽ മക്കൾക്കുള്ള ന്യായവിധി എപ്പോഴും യഹോവയുടെ മുമ്പാകെ തന്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം. ഏഫോദിന്റെ അങ്കി മുഴുവനും നീലനൂൽ കൊണ്ട് ഉണ്ടാക്കണം. അതിന്റെ നടുവിൽ തല കടപ്പാൻ ഒരു ദ്വാരം വേണം.
ദ്വാരത്തിന് നെയ്ത്തുപണിയായ ഒരു നാട ചുറ്റിലും വേണം. അത് കീറിപ്പോകാതിരിപ്പാൻ കവചത്തിന്റെ ദ്വാരം പോലെ അതിന് ഉണ്ടായിരിക്കണം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് ചുറ്റും അതിന്റെ വിളുമ്പിൽ മാതളപ്പഴങ്ങളും അവയുടെ ഇടയിൽ ചുറ്റും പൊന്നുകൊണ്ട് മണികളും ഉണ്ടാക്കണം. അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും ഒരു പൊന്മണി ഒരു മാതളപ്പഴം, ഒരു പൊന്മണി ഒരു മാതളപ്പഴം ഇങ്ങനെ വേണം. ശുശ്രൂഷ ചെയ്കയിൽ അഹറോൻ അത് ധരിക്കണം. യഹോവയുടെ മുമ്പാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിന്റെ ശബ്ദം കേൾക്കണം. തങ്കം കൊണ്ട് ഒരു പട്ടം ഉണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് മുദ്രക്കൊത്തായി കൊത്തേണം. അത് മുടിമേൽ ഇരിക്കേണ്ടതിന് നീലച്ചരട് കൊണ്ട് കെട്ടേണം. അത് മുടിയുടെ മുൻഭാഗത്ത് ഇരിക്കണം. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളിലും ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം അഹറോൻ വഹിക്കേണ്ടതിന് അത് അഹറോന്റെ നെറ്റിയിൽ ഇരിക്കണം. യഹോവയുടെ മുമ്പാകെ അവർക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അത് എപ്പോഴും അവന്റെ നെറ്റിയിൽ ഇരിക്കണം. പഞ്ഞിനൂൽ കൊണ്ട് ഉള്ളങ്കിയും വിചിത്രപ്പണിയായി നെയ്യണം. പഞ്ഞിനൂൽ കൊണ്ട് മുടിയും ഉണ്ടാക്കണം. നടുക്കെട്ടും ചിത്രത്തയ്യൽ പണിയായിട്ട് ഉണ്ടാക്കണം. അഹറോന്റെ പുത്രന്മാർക്ക് മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് അങ്കി, നടുക്കെട്ട്, തലപ്പാവ് എന്നിവ ഉണ്ടാക്കണം. അവ നിന്റെ സഹോദരനായ അഹറോനെയും അവന്റെ പുത്രന്മാരെയും ധരിപ്പിക്കണം. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ അഭിഷേകവും കരപൂരണവും ചെയ്ത് ശുദ്ധീകരിക്കണം. അവരുടെ നഗ്നത മറപ്പാൻ അവർക്ക് ചണനൂൽ കൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കണം. അത് അര തുടങ്ങി തുട വരെ എത്തേണം. അഹറോനും അവന്റെ പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോഴോ യാഗപീഠത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോഴോ കുറ്റം ചുമന്നു മരിക്കാതിരിക്കേണ്ടതിന് അവർ അത് ധരിക്കണം. അവനും അവന്റെ സന്തതിക്കും അത് എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ അധ്യായം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രവർത്തിക്കട്ടെ, അനുഗ്രഹമാകട്ടെ എന്ന പ്രാർത്ഥനയോട് ആശംസിക്കുന്നു. ദൈവം ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരികയാണെങ്കിൽ അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ദൈവകൃപ നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക. ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ദിവസത്തിൽ ആകെ 5 മിനിറ്റ് മാത്രം ചിലവാക്കിക്കൊണ്ട് ഇതിൽ പങ്കാളികളാകാം. ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കാം. ഇതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യുക. ഒരുപക്ഷെ അതുവഴി നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമാകാം. ആദ്യം മുതൽ തന്നെ ബൈബിൾ വായിച്ചു തുടങ്ങുന്നതിനായി ഒരു ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ്. അതുവഴി നിങ്ങൾക്ക് ബൈബിൾ ആദ്യം മുതൽക്കേ വായിക്കുവാൻ സാധിക്കും. ഇനിയുള്ള വചനങ്ങൾ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ അറിയുവാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇതിലൂടെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി അനുഭവിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.